ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതെ, നാം ഏവരും നിൽക്കുന്നത് ആറ്റുകാലമ്മയുടെ ഈ പുണ്യഭൂമിയിലാണ്. ആറ്റുകാലമ്മയുടെ തിരു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന പൊങ്കാല മഹോത്സവം. ഭക്തലക്ഷങ്ങൾ, അനേകായിരം ഭക്തലക്ഷങ്ങൾ പൊങ്കാലയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി ഈ വേദിയിൽ, നമ്മുടെ ഈ സദസ്സിൽ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ പൊങ്കാല അടുപ്പുകൾ ഇതാ നിറഞ്ഞു തൂകുകയാണ്. നിറഞ്ഞു തൂകുന്ന പൊങ്കാല അടുപ്പുകളിൽ അമ്മമാർ, ചേച്ചിമാർ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഒത്തിരി അധികം അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു ചേച്ചിയോട് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു പൊങ്കാല ദിനത്തിൽ അവരുടെ ആ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. എത്ര നാളായി പൊങ്കാല ഇടുന്നു? ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്. 3 വർഷമായിട്ട് പൊങ്കാല ഇടാൻ. എങ്ങനെയുണ്ട് പൊങ്കാല അനുഭവങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? വളരെ നല്ല അനുഭവമാണ്. ഒരു പ്രാവശ്യം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് പൊങ്കാല ഇടുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത വർഷം എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാൻ പറ്റി. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വർഷം. അതെ, ആറ്റുകാലമ്മയുടെ ഭാഗ്യം കൊണ്ടാണ് ചേച്ചിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. വിദേശത്തുനിന്ന് നാട്ടിലെത്തി പൊങ്കാല ഇട്ടു, ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ്. നാട്ടിൽ തന്നെ ഒരു വീട് വാങ്ങാൻ പറ്റി. അതിൻ്റെ ഒരു സബലീകരണം എന്ന നിലയിലാണ് ചേച്ചി വീണ്ടും പൊങ്കാല ഇടുന്നത്. നമുക്കിവിടെ ഒത്തിരി അധികം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ആറ്റുകാൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ കലങ്ങളാണ് നമുക്കിവിടെ എല്ലാ കലങ്ങളിലും കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ദേവിക്ക് പ്രസാദമായി നൽകുന്നത് മണ്ടപ്പുറ്റ്, തെരളിയപ്പം, അങ്ങനെയുള്ള വിശേഷപ്പെട്ട നേദ്യങ്ങളും ഭഗവതിക്കായി നമ്മുടെ ഭക്തലക്ഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. നമുക്ക് ഇതാ ഇവിടെ ചോദിക്കാം. അമ്മ, എത്ര നാളായി പൊങ്കാല ഇടുന്നു? 40 വർഷമായി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? അതെ, ചേച്ചി ഇവിടെ അടുത്താണ്. ഒത്തിരി വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര വർഷം കൊണ്ട് ഇടുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ നമുക്ക് ഒത്തിരി ഭക്തലക്ഷങ്ങളെ ഇവിടെ കാണാം പൊങ്കാല ഇടുന്ന. ആറ്റുകാൽ അമ്മയ്ക്കായുള്ള പൊങ്കാല ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാരും ചേച്ചിമാരും എല്ലാം പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മയോട് നമുക്ക് വിശേഷങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാം. അമ്മ, എത്ര നാളായിട്ട് പൊങ്കാല ഇടുന്നു? ഞാൻ വളരെ നാൾ കൊണ്ട് ഇടുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇടാവത്തില്ല. അതിൻ്റെ ഒരു സങ്കടം, ചെറുതായിട്ടൊരു സങ്കടം ഉണ്ട്. ഇപ്പം ഞാൻ ഇടാനുള്ള സാഹചര്യം അമ്മ തന്ന് ഞാൻ ഇടുന്നു. ശരീരസുഖത്തിന് വേണ്ടിയാണ് ഇടുന്നത്. മക്കളും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം. അതേ ഉള്ളൂ. സ്വന്തം ശരീരസുഖത്തിനും മക്കളുടെ സന്തോഷത്തിനും നാട്ടുകാരുടെ മൊത്തം നന്മയ്ക്കായിട്ടാണ് അമ്മ ഇവിടെ പൊങ്കാലിടാൻ എത്തിയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കണം എന്നല്ല, അതുപോലെ തന്നെയാണ് എല്ലാ ചേച്ചിമാരും ഇവിടെ പൊങ്കാലിടാൻ എത്തിയിരിക്കുന്നത്. നമുക്കത് ആ ചേച്ചിയോട് ചോദിക്കാം. എത്ര നാളെ ചേച്ചി പൊങ്കാലിടുന്നു? 9 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. വീട് ഹരിപ്പാടാണ് വീട്. എൻ്റെ മോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പം അതിങ്ങനെ എല്ലാ വർഷം അവിടെ കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാ വർഷവും ഇവിടെ വന്നതാണ്. നമുക്ക് ഹരിപ്പാടുന്ന് ഒരു അമ്മ ഇവിടെ എത്തിയിരിക്കുകയാണ് പൊങ്കാലിടാനായിട്ട്. ദേവിക്ക് എന്തൊക്കെയാണ്? ശർക്കര പായസം, തെരളി, മണ്ടപ്പുറ്റ്. അതെ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വിശേഷാലായുള്ള പ്രസാദങ്ങളാണ് തെരളിയപ്പവും മണ്ടപ്പുറ്റും. അതിവിടെ അമ്മ അവിക്കുന്നുണ്ട് ദേവിക്ക് നേദിക്കാനായിട്ട്. അതുപോലെ തന്നെ ശർക്കര പായസവും ഇവിടെ അമ്മ അർപ്പിക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെ പല ജനങ്ങളെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ആഗ്രഹങ്ങളായാണ് ഓരോ പേരും ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ലോക നന്മയ്ക്കായി, ശാന്തിക്കായി, സമാധാനത്തിനായി അവർ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഓരോ മനസ്സോടുകൂടി ജാതി മത ഭേദമന്യേ ഏവരും അർപ്പിക്കുന്ന ഒരു പൊങ്കാലയാണ് ആറ്റുകാൽ അമ്മയ്ക്കുള്ള പൊങ്കാല. അപ്പോൾ ആറ്റുകാൽ അമ്മയ്ക്കുള്ള ഈ പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും DNA ന്യൂസിന്റെ വക ഒരു ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. മോനെ, എന്താ മോന്റെ പേര്? ഞാൻ കൗശിക്. ഓക്കെ, കൗശിക് ആരുടെ കൂടെയാണ് പൊങ്കാല ഇടാൻ വന്നത്? കുഞ്ഞരോട്. ഓ, കുഞ്ഞാരുടെ കൂടെയാണ് കൗശിക് പൊങ്കാല ഇടാൻ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ 1-2 പേരുണ്ട്. വിശേഷങ്ങൾ ചോദിക്കാം. എന്താ മോളെ പേര്? അനശ്വരയാണ്. എന്താ പേരെന്താ? അയ്യോ, ആളാകെ പ്രശ്നത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ കൗശിക്കുണ്ട്. പൊങ്കാല ഇട്ട് കഴിഞ്ഞോ? കുഞ്ഞ പൊങ്കാല ഇട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ആരുടെ കൂടെ വന്ന പൊങ്കാല ഇടാൻ? അമ്മയുടെ കൂടെ. അമ്മ പൊങ്കാല ഇട്ട് കഴിഞ്ഞോ? ഓക്കെ, അമ്മ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. പായസം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കൗശിക്കിന് പായസം കഴിക്കാൻ ഇഷ്ടമാണോ? അനശ്വര എത്രയിലാണ് മോളെ പഠിക്കുന്നത്? 2. അപ്പോൾ നമുക്കിവിടെ 2 കുരുന്നുകളുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി അമ്മമാരുടെ കൂടെ വന്നതാണ്. 2 പേരും വേറൊരാളും കൂടെ ഉണ്ട്. വളരെ കാര്യത്തോടെ ഇരിക്കുകയാണ്.
അപ്പോൾ നമ്മളിപ്പം എന്താണ് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടി കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ പ്രായമില്ല, അവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ അധികം ഭക്തജനങ്ങളുണ്ട്. നമുക്കിവിടെ ചോദിക്കാം. ദേ ഇവിടെ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ചേച്ചി, എന്താണ് ഈ പൊങ്കാല കുറിച്ച് പറയാനുള്ളത്? ഞാനിവിടെ ആയിരുന്നില്ല, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് അവിടെ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും തീർച്ചയായിട്ടും പൊങ്കാല ഇടാൻ ഉറപ്പായിട്ടും വരും. തീർച്ചയായിട്ടും വരും. ശർക്കര പായസം ഇടുന്നില്ല, വെള്ള പായസം മാത്രമാണ് ഇടുന്നത്. ഇത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് വറ്റി ശർക്കര പായസമാണ്. അതിന് പാകം ആവുന്നതേ ഉള്ളൂ. 1:15 നമുക്ക് നിവേദ്യം, അതുവരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ശർക്കര ഇടാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അരി വെന്ത് കഴിഞ്ഞു, തേങ്ങ ഇട്ട് കഴിഞ്ഞു, ഇനി ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള നേദ്യം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം DNA ന്യൂസ് തിരുവനന്തപുരത്തിന് വേണ്ടി ക്യാമറാമാൻ ജയൻ ശിവൻസിനൊപ്പം അരുണിമ സുരേഷ്.